ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഈ രണ്ട് രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ രൂപീകരണ സമയം മുതൽ തന്നെ വഷളാണ് എന്ന കാര്യം നമുക്കറിയാം. പാകിസ്ഥാൻ എന്നും ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമായിരുന്നു. ഒരു കാലഘട്ടത്തിലും സ്ഥായിയായ രീതിയിൽ പാകിസ്ഥാനുമായി ഇന്ത്യക്ക് വളരെ ഗുണകരമായ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ബസ് സർവീസും ട്രെയിൻ സർവീസും ഒക്കെ പല കാലഘട്ടങ്ങളിലുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ ഇന്ത്യ സമാധാനത്തിന് മുൻകൈയെടുത്തിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമാധാന ശ്രമങ്ങളെയെല്ലാം പാകിസ്ഥാൻ അത് അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. ഒരു കാലഘട്ടത്തിലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രമായി ഇന്ത്യക്ക് കണക്ക് കൂട്ടാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ അതേസമയം തന്നെ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് ചരിത്രപരമായ ബന്ധമുണ്ടായിരുന്നു. അഫ്ഗാനിസ്ഥാനുമായി പല ഘട്ടത്തിലും വലിയ നയതന്ത്ര ബന്ധവും ഉണ്ടായിരുന്നു. എന്നാൽ താലിബാൻ ഭരണം വന്നതോടുകൂടി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തിൽ വലിയ ഉലച്ചിലുകൾ ഉണ്ടായി എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ സൈന്യവും താലിബാനും ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള പല നീക്കങ്ങളും മുമ്പ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം അത് വഷളാണ് എന്ന് മാത്രമല്ല, ഇവർ പരസ്പരം ശത്രുക്കളെ പോലെയാണ്. ഈ സാഹചര്യത്തിൽ താലിബാനുമായി ഇന്ത്യക്ക് അനൗദ്യോഗികമായിട്ട് പോലും ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുവരുന്നുണ്ട്. അതായത് പാകിസ്ഥാനെ പൂട്ടിലാക്കാൻ കഴിയുന്ന, പാകിസ്ഥാനെ ഭയപ്പെടുത്താൻ കഴിയുന്ന ഒരു ബന്ധമാണ് ഇന്ത്യക്ക് ഇപ്പോൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനുമായിട്ട് ഉള്ളത്. താലിബാൻ നേതൃത്വം നൽകുന്ന ഭരണകൂടത്തിൻ്റെ സഹായത്തോടുകൂടി ചില സംഘടനകൾ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും വിഘടനവാദ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ വലിയ രീതിയിലുള്ള വിഘടനവാദ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഈ രണ്ട് വിഘടനവാദ പ്രവർത്തനവും ഇപ്പോൾ പാകിസ്ഥാന് വലിയ തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, പാക് ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷവും ഇപ്പോൾ പാകിസ്ഥാൻ അധീന കശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. അത് മെല്ലെ മെല്ലെ ഇസ്ലാമാബാദിലേക്കും കറാച്ചിയിലുമൊക്കെ പടരുകയുമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം അത് മെച്ചപ്പെടുത്തുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാഹസം പാകിസ്ഥാൻ ഇന്ത്യയോട് കാണിച്ചാൽ അഫ്ഗാനിസ്ഥാൻ വഴി വലിയ പണി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ് പാകിസ്ഥാനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ രണ്ടാം ഘട്ടം ഏതു നിമിഷവും ആരംഭിക്കാമെന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും ഒക്കെ നൽകിയ താക്കീത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഒക്ടോബർ 9 മുതൽ 16 വരെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഈ വിദേശകാര്യ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്താഖിയാണ് ഇന്ത്യ സന്ദർശനത്തിന് എത്തുന്നത്. സത്യത്തിൽ ഈ മുത്താഖിയുടെ സന്ദർശനം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പദ്ധതിയിട്ടതാണ്. മുത്താഖിക്ക് അഫ്ഗാനിസ്ഥാന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. അതിന് ഐക്യരാഷ്ട്രസഭയുടെ വിലക്കുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഈ ഒരു പ്രമേയം പ്രകാരം, ഐക്യരാഷ്ട്രസഭ പാസാക്കിയ ഒരു റെസൊല്യൂഷൻ പ്രകാരം, 2011 പാസാക്കിയ ഒരു റെസൊല്യൂഷൻ പ്രകാരം നിരവധി താലിബാൻ നേതാക്കന്മാർക്ക് അവരുടെ രാജ്യത്തിന് പുറത്തേക്ക് യാത്രാ വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ പേരിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും ചികിത്സാ ആവശ്യങ്ങൾക്കുമൊക്കെ താലിബാൻ നേതാക്കൾക്ക് ഇത്തരത്തിലുള്ള യാത്രയ്ക്ക് ഇളവ് നൽകാനുള്ള ഒരു പ്രൊവിഷൻ ഈ പറയുന്ന റെസൊല്യൂഷനിലുണ്ട്. ഇതുപ്രകാരമാണ് ഇപ്പോൾ ഇന്ത്യ സന്ദർശനത്തിന് ഇങ്ങനെയുള്ള ഒരു ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിരുന്നത്. അത് ആദ്യഘട്ടത്തിലൊന്നും അതിനുള്ള ഇളവ് ഐക്യരാഷ്ട്രസഭ നൽകിയില്ല എങ്കിൽ കൂടി ഇപ്പോഴിതാ ഐക്യരാഷ്ട്രസഭ മുത്താഖിയുടെ സന്ദർശനത്തിന് അല്ലെങ്കിൽ മുത്താഖിയുടെ യാത്രാവിലക്കിന് ഇന്ത്യ സന്ദർശിക്കാനായി ഒക്ടോബർ 9 മുതൽ 16 വരെ ഇളവ് നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 9 മുതൽ 16 വരെ ഈ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുത്താഖി ഇന്ത്യയിൽ എത്തുന്നുണ്ട്. ഇന്ത്യയുമായി അദ്ദേഹം തന്ത്രപ്രധാനമായ ചർച്ചകൾ നടത്തും. ഇത് പാകിസ്ഥാൻ്റെ ഉറക്കം കെടുത്തുന്ന ചർച്ചകളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ അമീർ ഖാൻ മുത്താഖി നേരത്തെ പാകിസ്ഥാൻ സന്ദർശിക്കാനും പദ്ധതിയിട്ടിരുന്നതാണ്. അതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ സർക്കാർ ഈ ഐക്യരാഷ്ട്രസഭയോട് മുത്താഖിയുടെ യാത്രാവിലക്കിൽ ഇളവ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പാകിസ്ഥാന് ആ ഇളവ് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്. മാത്രമല്ല, പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ
മന്ത്രിമാർക്ക് ഇപ്പോൾ മോസ്കോയിലും അതുപോലെ തന്നെ ഖത്തറിലുമൊക്കെ യാത്ര ചെയ്യാനായി, ചികിത്സയ്ക്കായി യാത്ര ചെയ്യാനായി ഈ അടുത്ത കാലത്ത് ഐക്യരാഷ്ട്രസഭ അനുമതി നൽകിയിരുന്നു. അതിനുശേഷം രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഒഫീഷ്യൽ സന്ദർശനത്തിനായി ഒരു യാത്രാ അനുമതി നൽകുന്നത് ഈ അമീർ ഖാൻ മുത്താഖിക്ക് വേണ്ടിയാണ്. അതും ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് അങ്ങനെയൊരു യാത്രാ വിലക്കിലുള്ള ഒരു ഇളവ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ നൽകിയിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനിൻ്റെ സമാനമായ ആവശ്യം ഐക്യരാഷ്ട്രസഭ നിരസിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.